എന്താ ഇന്നലെ രാത്രി നിന്റെ വീടിന്റെ അപ്പുറത്ത് നല്ല വെള്ളം കേട്ടത്? അത് അപ്പുറത്തെ വില്ല തങ്കഞ്ചേട്ടാ അവിടെ കിടന്ന് വെള്ളം അടിച്ച് അരിമ്പ ഉണ്ടാക്കുന്നത്. ഭയങ്കര ശല്യം ഉണ്ടാ ഇങ്ങനെ കൊണ്ട്. അങ്ങേര് പണ്ടേ ഉടായിപ്പടേ ഇങ്ങനെ തന്നെ അങ്ങ്. പാവോടാ, വയസ്സായ ആളെ കുറിച്ച് ഇങ്ങനെയാടാ പറയണത്. ആവോ നിനക്ക് അങ്ങനെ അറിഞ്ഞൂടാത്തോണ്ടാണ്. നീ അറിയാമെങ്കിൽ ഇങ്ങനെയൊന്നും പറയൂല. ആന്തരേ നിന്നെ വല്ല അങ്ങനെ ചെയ്താ? വലിച്ച് പോടേ. ഇങ്ങ് വാ, നിനക്ക് ഞാൻ പറഞ്ഞുതരാം. വാ, ഞാൻ പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന മാവിന്ന് മാങ്ങ അറിയാൻ വേണ്ടി ഞാൻ പോയി. ഞാൻ ഇറങ്ങി, പക്ഷെ കൊണ്ടത് ചെറുതായിട്ട് ചില്ലിലായി പോയെന്നേ ഉള്ളൂ. ഇങ്ങനെ ഇത് കേട്ടോണ്ട് ഓടി വന്ന് എന്നെ നിക്കറി പിടിച്ചിട്ട് ചോദിക്കണം, എവിടെ ഉള്ളടാ എൻ്റെ അച്ചാറാന്നൊക്കെ വെച്ച് വായിക്കണം. എനിക്ക് ഒട്ടും പിടിച്ചില്ല അത്. ഞാൻ ഭയങ്കര എൻ്റെ ഉള്ളു തകർന്നു കേട്ടാ. എന്നിട്ട് ഇങ്ങനെ എവിടെ വെച്ച് കണ്ടാലും ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കും. ഇങ്ങനെ ഒരു ചെറഞ്ഞ നോട്ടം എവിടെ വെച്ച് കണ്ടാൽ. അടേ ഞാൻ അതാ പറഞ്ഞേ കോളോ. ഇവനിപ്പോ പുതിയ പെണ്ണ് സെറ്റ് ആയ എങ്ങനെയാണേ എപ്പോഴും പോണം. പണ്ട് എങ്ങനെയായിരുന്നു ചെറുക്കനായിരുന്നു, പെണ്ണൊക്കെ വന്നപ്പോ മൊത്തം മാറി. എന്നടേ മൊത്തത്തിൽ മാറിക്ക്. ഇന്നലെ തന്നെ ഞാൻ എൻ്റെ ചായ പിടിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയി. ഈ വാഴയ്ക്കൊപ്പം വാഞ്ചാടാന്ന് ചോദിച്ചപ്പം അവൻ്റെ അടുത്ത് യാതൊരു നൂറ്റാണ്ടിന്ന് കടിയിൽ 5 രൂപ കണക്ക് വെച്ചിടാവൻ. ഇവൻ്റെ അടുത്ത് ഓർത്തിന് ഡിസ്റ്റൻസ് വലിയ കേട്ടാ തന്നെ അടുക്കത്തോടെ എൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് വലിച്ചിന്നാൽ. ശരി. അതെ നീ കരഞ്ഞാ എന്താ ചെയ് ഒന്നും അറിയണ്ട പോടാ. എന്തിനാ നിനക്ക് ഇങ്ങനെ പറയണേ? ഈ പണ്ടത്തെ പോലെ നല്ല കേട്ടോ ഇപ്പം. ശരി ഞാൻ പോവാ. നിനക്ക് ഒരു കാര്യം പറയാൻ വന്നപ്പോ നിനക്ക് പറ്റൂലേക്ക് പോവാല്ല. നീ വല്ല അറിഞ്ഞ നിന്റെ വീടിന്റെ അടുത്തുള്ള തങ്കഞ്ചേട്ടൻ കുറച്ച് മുമ്പ് മരിച്ചു പോണില്ലേ? നീ ഒന്നും ഇവിടെ തന്നെ എടേ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനായ മഞ്ഞേരി. അല്ലെങ്കിലും നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്ക്. ഇതാണ്ടാ നിന്റെ അടുത്തൊക്കെ നേരത്തെ പറയാൻ വന്നു. അപ്പൊ നിനക്കൊന്ന് കേൾക്കാൻ വയ്യല്ല. പാവടാ, ഇന്നലെ കൂടെ എൻ്റെ വീട്ടിൽ മാങ്ങയെ കൊണ്ട് കൊടുത്തിട്ട് പോയതേ ഉള്ളു. ഞാൻ പോയിട്ട് വട്ടെ.